ഇത് കൊള്ളാലോ ഈ വേഷം. ഒരു സുന്ദരി സുന്ദരനും എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നമ്മുടെ റിയാൻകുട്ടൻ. റിയാൻകുട്ടൻ എനിക്ക് മാത്രമുള്ള സമ്മാനമല്ലേ അതില്? അല്ല, ജഡ്ജസിന് എല്ലാവർക്കും ആണല്ലേ? അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. അപ്പൊ ഇത് തരത്തില്ലേ റിയാൻകുട്ടൻ എല്ലാവർക്കും? എന്തെങ്ങനെ സ്വീറ്റ്സ് ഒക്കെ എടുത്തു വരാൻ കാരണം? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. മധു സാറേ കഴിഞ്ഞ എപ്പിസോഡില് സ്വീറ്റ്സ് കൊണ്ടുവന്നില്ലെന്ന് മൂന്ന് ഫസ്റ്റിനുള്ളതാണ്. അങ്ങനെ വരട്ടെ. എന്തൊക്കെയായിരുന്നു? ദേശീയ ഗാനം, പിന്നെ ലളിതഗാനം, പിന്നെ ശാസ്ത്രീയ സംഗീതം. MJ സാർ പറഞ്ഞ കറക്റ്റാ. അതെങ്ങനെ മറക്കും? ഭയങ്കര അഭിമാനമല്ലേ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കിട്ടുമ്പോ. പ്രത്യേകിച്ച് റിയാൻ കുട്ടന്. എസ്തർ ബേബി ഭയങ്കര ചുന്ദരിയായിട്ടുണ്ടല്ലോ ഈ വേഷത്തില്. അയ്യോ ഭയങ്കര കോമ്പിനേഷൻ. നല്ല എലഗൻസ് ഉണ്ട് അല്ലേ? നല്ല മാച്ചിങ്. ഇംഗ്ലീഷിലൊക്കെ പറയില്ല, എലഗൻസ് പേഴ്സോണിഫൈഡ് എന്നൊക്കെ പറയും. അതുപോലെയാണ് കേട്ടോ. ഈ ഇത് കണ്ടിട്ട് എവിടെയെങ്കിലും കണ്ടു പരിചയം എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു വേഷം ഞാനൊരു സിനിമയില് ലിസി ചേച്ചിയാണെന്ന് തോന്നുന്നു. ലാലേട്ടന്റെ കൂടെ അതല്ലേ? അയ്യോ പാവം റിയാൻ കുട്ടൻ എല്ലാം പിടിച്ചോണ്ടിരിക്കുകയാണ് കൊറേ നേരമായി. വന്ന് വാങ്ങിക്കണ്ടേ? ആരെങ്കിലും വന്നു കപ്പിത്താൻ പോയിക്കോളൂ. ഞാൻ തന്നെയാണോ പോണ്ടത്? കപ്പിത്താൻ വരാം. അപ്പൊ വരൂ. ക്യാപ്റ്റന്റെ ജിഗ്ജിക ഉടുപ്പൊക്കെ ഒന്ന് എല്ലാരും കാണട്ടെ. എന്തൊക്കെ സ്വീറ്റ്സ് ആണോ അകത്ത്? ലഡു ഉണ്ട്. ആഹാ, പിന്നെ പേട. ലഡുവിന്റെ മുകളിൽ കിസ്മിസ് ഇരിക്കുന്ന പോലത്തെ വേഷം ഇട്ടുണ്ടോ നേക്കണേ? അയ്യോ, ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത് മേടിക്കാൻ പോവാണ്. കൺഗ്രാറ്റുലേഷൻസ് റിയാൻ കുട്ട. താങ്ക് യു ചേച്ചി. താങ്ക് യു ഉമ്മ. എന്റെ വകയും എന്റെ വകയോ ഉമ്മ കേട്ടോ. താങ്ക് യു. മിടുക്കനാണേ. ഇന്ന് ഡിന്നറിന് ഇതാകാം ലഡു. ലഡു അതുപോലെയല്ലേ തിന്നുന്നത് മൂന്നാളും കൂടി? ചോക്ലേറ്റും ലഡു. ഡിന്നർ ലഡു. അതെ. എന്താ ആര്യത്തേച്ച് കൂട്ടണ്ടതാ? ഇനി ഇവിടുന്ന് മിഠായി വഴ വീഴുമ്പോ വാട്ടോ ഡിന്നറിന് മെയിൻ കോഴ്സ് ലഡു, ഡെസേർട്ട് ആയിട്ട് പേട. ഇവിടെ അനധികൃതമായി മുട്ടായി വരുന്നത് മധുച്ചേട്ടനാണ്. മധുവങ്ങളാണോ? അയ്യോ. അതെ.